പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വീട്ടിൽ കയറി പട്ടാമ്പി പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ തുഹാക്കിനാണ് മർദ്ദനമേറ്റത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കടയിലേക്ക് സാധനം മേടിക്കാൻ ഇറങ്ങുന്നതിനിടെ മുസ്തഫയുടെ മകൻ തുഹാക്കിനെ അകാരണമായി പട്ടാമ്പിയിലെ പോലീസ് വീട്ടിൽ നിന്നും വലിച്ചിറക്കി മുഖത്തടിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇയാളെ തല്ല് കേട്ടപ്പോ ഞാൻ എന്നെ പിടിക്കലും സീനായപ്പോ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട്. എന്നെ പിടിച്ചു വരുന്നുണ്ട് വീട്ടിലെ പെണ്ണുങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുട്ടികൾ എന്തിനു കച്ചു, എന്താവശ്യത്തിന് നിങ്ങൾ കച്ചു? കാരണം പറഞ്ഞു എന്റെ കുട്ടി വല്ല തെറ്റും ചെയ്തെന്ന് ഞാൻ അംഗീകരിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടികളെ ഒരു 30 സെക്കൻഡായിട്ടുള്ള എന്റെ കുട്ടി ഉണ്ടോ അകത്തുനിന്ന് പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടികൾ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇത് വെച്ച് പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയതെന്ന് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക, കഴുത്ത് പിടിച്ച് പോക്കുക. ഇയാൾ ആരാത് ഇതിനൊക്കെ? അത് എന്റെ കുട്ടികളെ കൊലക്കുറ്റം ചെയ്തോ? എല്ലാവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വന്നത്. വണ്ടി എന്റെ കുട്ടി നീച്ചിട്ട് ഒരു പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടീനെയാണ് ഇയാൾ കാട്ടിക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് വണ്ടി ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. വണ്ടിയുടെ നമ്പറും ഞങ്ങളുടെ അടുത്തുണ്ട്. അവരുടെ പേരിൽ എന്ത് നടപടിയായിട്ട് എടുത്തോട്ടെ. അവരെ ചെയ്തോന്നാച്ചാലും ഒരു കുട്ടീനെ പിടിച്ച് പ്രായം ചെയ്യാത്ത മക്കളെ പിടിച്ച് തരലാണ് ഇവിടുത്തെ പോലീസിന്റെ നിയമം. തുഹാക്ക് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാരും പ്രതികരിച്ചു. എന്നാൽ ബൈക്കിൽ വരികയായിരുന്ന 2 യുവാക്കളെ പോലീസ് കാരക്കാട് വെച്ച് കൈകാണിച്ചുവെന്നും നിർത്താതെ പോയ വാഹനം പോലീസിന്റെ പരിശോധനയിൽ മുസ്തഫയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുകയും മുറ്റത്തുണ്ടായിരുന്ന തുഹാക്കിനെ പിടിച്ചുവെച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ മറുപടി. സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം പ്രതികരിച്ചു. NCV ന്യൂസ് തൃത്താല. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.